പഠിക്കുന്നുണ്ട് സാർ, പക്ഷെ പഠിച്ചതൊക്കെ മറന്നു പോകുന്നു, പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. എന്താണ് അതിനുള്ള സൊല്യൂഷൻ? ഇത് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു എഡ്യൂപോഡ്, ഇറ്റ്സ് മീ നാഫി. നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പഠിച്ചത് മറന്നു പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആക്റ്റീവ്ലി റീകോൾ ചെയ്യാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ ആക്റ്റീവ് റീകോൾ നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സോ എന്താണ് ആക്റ്റീവ് റീകോൾ? ആക്റ്റീവ് റീകോൾ എങ്ങനെയാണ് പഠിച്ച കാര്യം ഓർമ്മയിൽ എത്തിക്കുക? നമുക്ക് നോക്കാം. വെൽക്കം ടു എഡ്യൂപോഡ്, ഇറ്റ്സ് മീ നാഫി. എല്ലാവർക്കും മക്കളെ എഡ്യൂപോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ ദിവസം എത്ര സമയം പഠിക്കാറുണ്ട്, രാവിലെയാണോ രാത്രിയാണോ പഠിക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആക്റ്റീവ് റീകോൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചില കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം കേട്ടോ. ശ്രദ്ധിക്കണം. എന്താണ് ആക്റ്റീവ് റീകോൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചില കാര്യങ്ങൾ ഫോളോ ചെയ്യണം. അതായത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഈ ആക്റ്റീവ് റീകോൾ എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ പഠിക്കുമ്പോൾ 3 മണിക്കൂറാണ് പഠിക്കാനിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പഠന സമയത്തെ 1 ഹവറിന്റെ 3 സെഷൻസ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, മാറ്റണം. 3 മണിക്കൂറാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതെങ്കിൽ അതിനെ 1 ഹവറിന്റെ 3 സെഷൻസ് ആക്കി നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റണം. എന്നിട്ട് ഓരോ മണിക്കൂർ പഠിച്ചതിന് ശേഷവും ഒരു 5 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രേക്ക് എടുക്കണം. ഓരോ മണിക്കൂർ പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, 5 മണിക്കൂർ ബ്രേക്ക് എടുക്കണം. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് ആവരുത് അടുത്തൊരു മണിക്കൂർ പഠിക്കുന്നത്, ആ സബ്ജക്റ്റ് ആവരുത് അടുത്തൊരു മണിക്കൂർ പഠിക്കുന്നത്. നിങ്ങൾ 3 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ ആ 3 സബ്ജക്റ്റും 3 ഡിഫറെന്റ് സബ്ജക്റ്റ് ആയിരിക്കണം. ഇനി എന്താണ് ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്തെടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, മൺഡേ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ഇംഗ്ലീഷ് പഠിച്ചു എന്ന് വിചാരിക്കുക. മൺഡേ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇംഗ്ലീഷ് പഠിച്ചു എന്ന് വിചാരിക്കുക. മൺഡേ പഠിച്ച ഇംഗ്ലീഷ് അന്ന് നിങ്ങളുടെ തലയിലുണ്ടാവും, പക്ഷെ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ആകുമ്പോൾ അത് മറന്നുപോകും. അപ്പോൾ ഈ ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തെടുക്കുക. നിങ്ങൾ കുളിക്കുമ്പോൾ, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നിങ്ങൾ സ്കൂളിലേക്ക് നടക്കുമ്പോൾ, നിങ്ങൾ പിന്നെ എങ്ങോട്ട് വെറുതെ ഇരിക്കുമ്പോൾ, ആ സമയത്തൊക്കെ എന്ത് ചെയ്യുന്നു, പഠിച്ച കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഓർത്തെടുക്കുന്നു. അതിന് വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് റീകോൾ. ഇപ്പൊ നിങ്ങൾ ഒരു സാധനം ആക്റ്റീവ്ലി റീകോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഓർമ്മ വരണമെന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും കുറച്ചൊക്കെ മറന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഏത് ഭാഗമാണോ മറന്നുപോയത് അതൊന്നുകൂടി വായിക്കുന്നു, അല്ലെങ്കിൽ ആ ഭാഗം ഒന്നുകൂടി എഴുതുന്നു. അങ്ങനെ വായിക്കുകയും എഴുതുകയും ചെയ്യുന്നത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ഈ ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞാൽ എന്താ, തിങ്കളാഴ്ച പഠിച്ച സാധനം ഒരു ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വ്യാഴാഴ്ച അല്ല, ഒരു 4 ദിവസത്തിന് ശേഷം നിങ്ങൾ ഒരു ടോപ്പിക് ഒരു ദിവസം പഠിച്ചിട്ടുണ്ടെങ്കിൽ 4 ദിവസത്തിന് ശേഷം ആ സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, റീകോൾ ചെയ്തെടുക്കുക, ഓർത്തെടുക്കുക. നിങ്ങൾ കുളിക്കുമ്പോഴാവാം, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴാവാം, നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോഴാകാം, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴാവാം, ആ സമയമൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ഇല്ലാതെ എന്ത് ചെയ്യുക, ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ചില വാക്കുകളോ ചില കോൺസെപ്റ്റോ ഒന്നും കിട്ടണമെന്നില്ല. അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റ് എടുത്തിട്ട് അത് വീണ്ടും എന്ത് ചെയ്യുന്നു, ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. ഇത് നിങ്ങൾ നിർബന്ധമായും ട്രൈ ചെയ്യണം കേട്ടോ. അതായത് ഒരു തവണ പഠിച്ച സാധനം 5 ദിവസം കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം, ഒന്ന് റീകോൾ ചെയ്യണം. അതായത് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ നിങ്ങൾ റീകോൾ ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ റീകോൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് വിട്ടുപോയാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, ടോപ്പിക്ക് മനസ്സിലാക്കുക. ഈ റീകോളിങ് ഓരോ വീക്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. അതായത് എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡേ നിങ്ങൾ റീകോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് ആ റീകോൾ ചെയ്ത സംഭവം വീണ്ടും ഒന്ന് റീകോൾ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ എല്ലാ ആഴ്ചയും എന്ത് ചെയ്യണം, പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ റീകോൾ ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ മറന്നു പോകുന്ന കോൺസെപ്റ്റുകൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ റീകോൾ ചെയ്യുമ്പോൾ കിട്ടാത്ത കോൺസെപ്റ്റുകൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് വെച്ച് വീണ്ടും അത് മനസ്സിലാക്കി എടുക്കുക. ഇങ്ങനെ പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് റീകോൾ ചെയ്തെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓർമ്മയിൽ നിൽക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ ജൂൺ പഠിച്ചിട്ട് പിന്നെ സെപ്റ്റംബറിലാണ് നിങ്ങളത് വീണ്ടും നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ഓർമ്മയിൽ നിൽക്കില്ല. പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, റീകോൾ ചെയ്യണം. പിന്നെ നിങ്ങൾ ലാംഗ്വേജ് ഒക്കെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. അതായത് പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, സമ്മറൈസ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനുള്ള മറ്റൊരു ടെക്നിക്കാണ് എന്ത്, ടീച്ചിങ് അതേഴ്സ്. നിങ്ങൾ സ്കൂളിൽ ഫ്രീ പീരീഡ് ഒക്കെ ഉണ്ടാകുമ്പോൾ, നിങ്ങൾ സ്കൂളിൽ ഫ്രണ്ട്സൊക്കെ കൂടിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇന്ന് ഞാൻ ഈ ടോപ്പിക്കാണ് പഠിച്ചത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടെക്നിക്കാണ് എന്ത്, മറ്റൊരാളെ പഠിപ്പിക്കുക. നിങ്ങൾ സ്കൂൾ ഫ്രീ സമയമുള്ളപ്പോൾ, സ്കൂളോ പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, മറ്റൊരാളെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിപ്പിക്കട്ടെ. അതായത് നിനക്ക് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരാം, നിനക്ക് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, മറ്റൊരാളെ പഠിപ്പിക്കുക. അതേപോലെ തന്നെ പരമാവധി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അല്ലെ, നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ ആ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതുമ്പോഴോ ആൻസർ പറയുമ്പോഴോ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ കോൺസെപ്റ്റ് വീണ്ടും വീണ്ടും ഓർമ്മയിൽ വരും. അപ്പൊ നിങ്ങൾ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ഒരു കോൺസെപ്റ്റ് പഠിച്ചു എന്ന് വിചാരിക്കുക. ആ പഠിച്ച കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യന്, ആ ടോപ്പിക്ക് മറക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ മൈൻഡ് മാപ്പ് തയ്യാറാക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചാപ്റ്ററിന്റെ അവസാനം
അത് ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ട് കേട്ടോ. ചില മൈൻഡ് മാപ്പുകൾ എവിടെയുണ്ട്, ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പിന്നെ ChatGPTക്കോ ഗൂഗിൾ ജെമിനൈക്കോ കൊടുത്താൽ അവർ തന്നെ എന്ത് ചെയ്യും, ഒരു മൈൻഡ് മാപ്പ് സെറ്റ് ആക്കി തരും. ആ മൈൻഡ് മാപ്പ് നോക്കിയിട്ട് നിങ്ങൾ അതിൽ ഏതൊക്കെ ടോപ്പിക് പഠിച്ചിട്ടുണ്ട്, ആ പഠിച്ച ടോപ്പിക്കുകളിൽ ഏതൊക്കെ നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ഒന്ന് ടിക്ക് ചെയ്യുക. ഇത് റീകോൾ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ വീണ്ടും വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനും തയ്യാറാവുക. ഇത് നിങ്ങൾക്ക് പഠിച്ചത് മറക്കാതിരിക്കാനുള്ള മറ്റൊരു ടെക്നിക്കാണ് എന്ത്, പഠിക്കുന്ന കാര്യങ്ങൾ എസ്പെഷ്യലി തിയറി സബ്ജക്റ്റ് ആണ് കൂടുതൽ യൂസ് ആവുക. ഈ തിയറി സബ്ജക്റ്റ് ഒക്കെ, അതായത് പ്രോബ്ലംസ് ഇല്ലാത്ത തിയറി സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. പഠിച്ചത് മറന്നു പോകാതിരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ കുറെ കൂടി ഉച്ചത്തിൽ വായിച്ച് പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ കുറെ കൂടി ഉച്ചത്തിൽ വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ മക്കളെ, നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്, നിങ്ങൾ ഓരോ ചാപ്റ്ററിൻ്റെയും, നിങ്ങൾ പഠിക്കുന്ന ഓരോ ചാപ്റ്ററിൻ്റെയും ഒരു സമ്മറി, അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. ആ ടോപ്പിക് ഓരോന്നും നിങ്ങൾ ഓരോ ദിവസവും റീകോൾ ചെയ്യട്ടെ. അതായത് നിങ്ങളിപ്പോൾ ഒരു 4 ദിവസം കൊണ്ട് ഒരു ചാപ്റ്റർ പഠിച്ചു തീർത്തു എന്ന് വിചാരിക്കുക. ആ ചാപ്റ്ററിലുള്ള ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് റീകോൾ ചെയ്യണം. അപ്പോൾ ആ റീകോൾ ചെയ്യണമെങ്കിൽ ആ ചാപ്റ്ററിലെ സമ്മറിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് വേണം, ഒരു ഐഡിയ വേണം. അപ്പം മക്കളെ, ഈ രീതിയിലൊക്കെ ഒന്ന് പഠിച്ചു നോക്കൂ. ചിലപ്പോൾ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മ വരും. അതായത് ഒരു ദിവസം പഠിച്ചിട്ട് പിന്നെ എക്സാമിന്റെ തലേന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കില്ല. പഠിക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റീകോൾ ചെയ്യണം. മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻസ്, നിങ്ങൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതൊക്കെ ആകുമ്പോൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് നിൽക്കും, നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പഠിക്കാൻ ആഗ്രഹമുണ്ട്, എങ്ങനെയൊക്കെയാണ് പഠിക്കണമെന്ന് അറിയാം, പക്ഷേ പഠിപ്പിച്ചു തരാൻ ആരുമില്ല എന്നൊരു ടെൻഷൻ ആണെങ്കിൽ അതിനുള്ള സൊല്യൂഷനാണ് എജ്യൂപോഡിന്റെ സൂപ്പർ ബാച്ച്. നിങ്ങൾ എജ്യൂപോഡിന്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങളൊക്കെ സെറ്റാകും, കാര്യങ്ങളൊക്കെ ഓക്കെ ആകും, കാര്യങ്ങളൊക്കെ റെഡി ആകും. എജ്യൂപോഡിന്റെ സൂപ്പർ ബാച്ച് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. റെക്കോർഡ് വീഡിയോസ് ആയിട്ടും ലൈവ് ക്ലാസ് ആയിട്ടും, നിങ്ങൾക്ക് ഡൗട്ട് വന്നാൽ ക്ലിയർ ചെയ്യാൻ, നിങ്ങൾക്ക് സ്റ്റഡി ടിപ്പ് വേണമെങ്കിൽ അത് തരാൻ മെന്റേഴ്സ് ഉണ്ട്. നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പർ ആക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും എജ്യൂപോഡിന്റെ സൂപ്പർ ബാച്ചിലൂടെ നമ്മൾ തരും. സോ എജ്യൂപോഡിന്റെ സൂപ്പർ ബാച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ മറക്കണ്ട. കമന്റ് ബോക്സിൽ ഫോം ഉണ്ട്, അല്ലെങ്കിൽ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. നിങ്ങൾക്ക് എജ്യൂപോഡിന്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമന്റ് ബോക്സിൽ ഫോം ഫിൽ ചെയ്യുകയോ അല്ലെങ്കിൽ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് ചെയ്യുക. വീണ്ടും കാണാം. ഇറ്റ്സ് ബീൻ നാഫി സൈനിങ് ഓഫ്. ബൈ.